നമ്മുടെ രാജ്യത്ത് ഒരു വമ്പൻ ഭീഷണി ഉയർന്നിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക രംഗത്തെ താറുമാറാക്കാൻ കഴിയുന്ന ഒരു ഭീഷണിയാണിത്. നമ്മുടെ രാജ്യത്ത് വീണ്ടും നോട്ട് നിരോധനം വരുമോ എന്ന് നമ്മൾ ഭയക്കേണ്ട ഒരു ഭീഷണിയാണിത്. ഈ ഭീഷണിക്ക് പുറമെ പാകിസ്ഥാനാണ് ദാവൂദ് ഇബ്രാഹിമിന്റെ ഡി കമ്പനിയാണെന്നുള്ളതാണ് ഇപ്പോൾ ഇന്റലിജൻസ് റിപ്പോർട്ട് നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രിക്കും നമ്മുടെ രാജ്യത്തെ സകല ഏജൻസികൾക്കും ശക്തമായിട്ടുള്ള മുന്നറിയിപ്പാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. പാക് പിന്തുണയുള്ള ഡി കമ്പനി ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പിന് മുമ്പ് കോടിക്കണക്കിന് രൂപയുടെ വ്യാജ നോട്ടുകൾ എത്തിക്കാൻ ഒരുങ്ങുന്നതായിട്ടാണ് ഇന്റലിജൻസ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അടുത്ത 5 സംസ്ഥാനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ഈ സാഹചര്യത്തിൽ ഇന്ത്യയിൽ ഈ വർഷം തുടർച്ചയായി തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു. വ്യാജ കറൻസി റാക്കറ്റ് വർദ്ധിക്കുമെന്നാണ് രഹസ്യാന്വേഷണ ഏജൻസികൾ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. പാകിസ്ഥാനിൽ നിന്നുള്ള ഈ റാക്കറ്റിനെ നിയന്ത്രിക്കുന്ന ദാവൂദ് സിൻഡിക്കേറ്റ് വ്യാജ നോട്ടുകളുടെ അച്ചടി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇത് ബംഗ്ലാദേശിലേക്കും നേപ്പാളിലേക്കുമാണ് അവിടെ നിന്നും അച്ചടിച്ച് മാറ്റുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അയൽ രാജ്യമായിട്ടുള്ള ബംഗ്ലാദേശിൽ നിന്നുള്ള വ്യാജ കറൻസികളുടെ പ്രധാന ലാൻഡിംഗ് പോയിന്റായി മാൾഡ പ്രവർത്തനം വർദ്ധിപ്പിച്ചിരിക്കുന്നുവെന്നാണ് ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് ചെയ്യുന്നത്. മാൾഡയിൽ ഈ റാക്കറ്റ് നടത്തുന്നവർ ബംഗ്ലാദേശിൽ നിന്ന് വൻതോതിൽ കള്ളപ്പണം സ്വീകരിക്കാൻ തയ്യാറെടുക്കുകയാണെന്ന് ഉദ്യോഗസ്ഥർ കൂട്ടിച്ചേർത്തു. ഇത് നേരെ ബംഗ്ലാദേശിൽ നിന്ന് പശ്ചിമ ബംഗാളിലേക്കാണ് ഈ വലിയ വ്യാജ കറൻസികളുടെ നോട്ടുകൾ എത്താൻ പോകുന്നത്. നമ്മുടെ മാർക്കറ്റിനകത്തേക്ക് ഈ വ്യാജ കറൻസി നോട്ടുകൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ സാമ്പത്തിക രംഗം താറുമാറാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പോരാത്തതിന് അടുത്ത തിരഞ്ഞെടുപ്പുകളെ അട്ടിമറിക്കാനും ഈ തുക ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ദാവൂദ് സിൻഡിക്കേറ്റ് നേപ്പാൾ അതിർത്തിയിലൂടെ വ്യാജ കറൻസി കടത്താൻ ശ്രമിക്കുമെന്നും അതിനാൽ ജാഗ്രത ശക്തമാക്കിയിട്ടുണ്ടെന്നും ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. സുരക്ഷാ സംവിധാനം തിരഞ്ഞെടുപ്പിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന വസ്തുത മുതലെടുക്കാൻ ഈ ഘടകങ്ങൾ ശ്രമിക്കുന്നു. അതിനാൽ അവർക്ക് അവരുടെ ദുഷ്പ്രവർത്തികളിൽ നിന്ന് രക്ഷപ്പെടാനായി കഴിയുമെന്നുള്ളതാണ്. അതിർത്തിയിൽ തന്നെ ഈ ഭീഷണി നിയന്ത്രിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. വ്യാജ കറൻസി രാജ്യത്ത് പ്രവേശിച്ചു കഴിഞ്ഞാൽ അത് കണ്ടെത്തുന്നത് മിക്കവാറും അസാധ്യമാണ് എന്നും ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം ഈ വ്യാജ കറൻസി അച്ചടിക്കാൻ അവർ വലിയ മൂലധനം ഉപയോഗിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഈ വ്യാജ കറൻസി അച്ചടിക്കാനായിട്ടുള്ള പേപ്പറുകൾ അടക്കമുള്ള സാധനങ്ങൾ അവർ വലിയ വില കൊടുത്താണ് മേടിക്കുന്നത്. പോരാത്തതിന് ഇന്ത്യയിലേക്ക് കറൻസി എടുക്കുമ്പോൾ ഇന്ത്യൻ കറൻസിയോട് കിടപിടിക്കുന്ന രീതിയിലായിരിക്കണം ഈ വ്യാജ കറൻസി എന്ന് അവർക്ക് നിർബന്ധമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് പ്രധാനമായിട്ടും ഈ വ്യാജ കറൻസി ഫോറൻസിക് വകുപ്പുമായി അടുത്ത് പ്രവർത്തിക്കുന്ന ഇന്റലിജൻസ് ഏജൻസികൾക്ക് പോലും കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നത്. വളരെ ഉയർന്ന നിലവാരമുള്ളതാണ് ഈ നോട്ടുകളെന്നും അത്യാധുനിക മെഷീനുകളിലാണ് നോട്ടുകൾ അച്ചടിക്കുന്നതെന്നും ഫോറൻസിക് വിദഗ്ധർ പറയുന്നു. ഇന്ത്യൻ ഏജൻസികൾക്ക് ഈ നോട്ടുകൾ കണ്ടെത്താതിരിക്കാൻ പാകിസ്ഥാൻ ഭരണകൂടം വൻതോതിൽ ഈ നോട്ടുകളിൽ മൂലധനം നിക്ഷേപിച്ചിട്ടുണ്ട്. വ്യാജ കറൻസിക്ക് വാട്ടർമാർക്ക് ഫോർമുലേഷൻ കൃത്യമായി ഉണ്ടെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. നോട്ടുകൾ അച്ചടിക്കുന്നത് സാധാരണ കറൻസി നിർമ്മാണ യന്ത്രങ്ങളിലാണ് എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഒരു സംസ്ഥാനത്തിന് മാത്രമേ ഇവയുടെ ഉടമസ്ഥാവകാശം ഉണ്ടായിരിക്കാൻ കഴിയുന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. കോടിക്കണക്കിന് രൂപയുടെ വ്യാജ നോട്ടുകൾ ബംഗ്ലാദേശിലേക്ക് കടത്തിയതായി ഇന്റലിജൻസ് ഏജൻസികൾക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. കടൽ മാർഗം വഴിയാണ് മിക്ക വ്യാജ നോട്ടുകളും എത്തിച്ചതെന്ന് ഏജൻസികൾ മനസ്സിലാക്കി. ഇസ്ലാമാബാദിനോടുള്ള ധാക്കയുടെ പുതിയ മൃദുനയം കാരണം പാകിസ്ഥാന് പരിശോധനകൾ ഇല്ലാത്തതിനാൽ ഈ വഴി എളുപ്പമാണെന്ന് ഡി സിൻഡിക്കേറ്റ് കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും ഇന്ത്യയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്, ഈ നോട്ടുകൾ ഇന്ത്യയിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഈ ബംഗ്ലാദേശിന് വലിയ വെല്ലുവിളിയാണ്. ഡി കമ്പനി നേപ്പാൾ ബംഗ്ലാദേശ് അതിർത്തി വഴി വ്യാജ കറൻസി കടത്താൻ ശ്രമിക്കുമെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. അതുകൊണ്ട് തന്നെ നേപ്പാളിൽ നിന്ന് വരുന്ന കള്ളനോട്ടുകൾ ബീഹാറിലേക്ക് കൊണ്ടുപോകുമ്പോൾ ബംഗ്ലാദേശ് അതിർത്തിയിലെ വ്യാജ നോട്ടുകൾ ബാൾഡയിലേക്ക് മാറ്റാനായി ശ്രമിക്കുന്നു. ഈ 2 പ്രദേശത്തും ശക്തമായിട്ടുള്ള സുരക്ഷയാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. രാജ്യത്ത് ഒരു നോട്ട് പോലും വരാത്ത രീതിയിൽ ശക്തമായി കേന്ദ്ര ഏജൻസികൾ ജാഗ്രതയും നിർദ്ദേശവും മുന്നറിയിപ്പുമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.